നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒ പി ഡിപ്പാർട്ട്മെന്റിലെ നഴ്സിംഗ് സ്റ്റാഫിന്റെ നഴ്സിംഗ് പ്രോസസ്സുകളെ കുറിച്ചാണ്. ഒരു നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒ പി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഒ പി ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം പ്രോസസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള 1 by 1 ആയിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഇൻഡെക്സ് ആണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന 11 പോയിന്റുകളാണ് ഇതിലുള്ളത്. ഓരോന്നിനും ഓരോ പ്രോസസ് എന്നുള്ള രീതിയിൽ നമുക്ക് വിശദീകരിക്കാം. ഇതിലുള്ളത് ഒന്ന് പേഷ്യന്റ് റിസപ്ഷൻ ആൻഡ് ഇനീഷ്യൽ അസസ്മെന്റ്. ഒരു പേഷ്യന്റ് നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് അവരെ ടോക്കൺ എല്ലാം എടുത്ത് നെക്സ്റ്റ് ഒരു നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവരെ എങ്ങനെ സ്വീകരിക്കണം, അവരെ ഇനീഷ്യൽ അസസ്മെന്റ് എന്തെല്ലാമാണ്, അതാണ് ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അസിസ്റ്റിംഗ് വിത്ത് കൺസൾട്ടേഷൻ, അവരെ കൺസൾട്ടേഷന് വേണ്ടി അസിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പോസ്റ്റ് കൺസൾട്ടേഷൻ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് എങ്ങനെ ചെയ്യണം, ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് പ്രോസസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കെയർ കോർഡിനേഷൻ, പേഷ്യൻസുമായിട്ട് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കെയർ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം, 1, 2, 3 സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് കെയർ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം, എമർജൻസി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ അത് കവറപ്പ് ചെയ്യും, പിന്നെ ഇൻവെന്ററി ആൻഡ് സപ്ലൈസ് മാനേജ്മെന്റ്, നമുക്ക് അവിടേക്ക് വരുന്ന സ്റ്റോക്കുകൾ, മറ്റു ഡെയിലി യൂസിന് വേണ്ടിയിട്ട് വരുന്ന ഐറ്റംസ് അതെങ്ങനെ മാനേജ് ചെയ്യും, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്, പേഷ്യന്റ് ഫീഡ്ബാക്ക് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഒരു ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ ഒരു പേഷ്യന്റിനെ നമ്മൾ അവരെ ഡിസ്ചാർജ് ചെയ്യുക, പറഞ്ഞയക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കല്, നമ്മളുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കല്, പിന്നെ അതിനുവേണ്ടിയുള്ള കണ്ടിന്യൂസ് ട്രെയിനിങ് സെഷൻസ്, ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. 11ാമത്തതായിട്ട് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ കോണ്ടാക്ട്, നമ്മളുടെ സ്വഭാവവും ബാക്കിയുള്ള എത്തിക്കൽ രീതിയിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ള 11 പോയിന്റ്സ് ആണ് ഇതിലുള്ളത്. ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, പേഷ്യന്റ് റിസപ്ഷൻ ആൻഡ് ഇനീഷ്യൽ അസസ്മെന്റ്. അതിലെ ഒന്നാമത്തെ സെക്ഷൻ ഗ്രീറ്റ് ആൻഡ് രജിസ്റ്റർ പേഷ്യന്റ്. ഒരു പേഷ്യന്റിനെ, എന്തൊരു പേഷ്യന്റ് അങ്ങോട്ട് വരികയാണെങ്കിൽ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഹായ്, ഹലോ മാഡം, മേഡം എന്തായിരുന്നു, അല്ലെങ്കിൽ സാർ എന്തായിരുന്നു എന്നുള്ള ഒരു സാധനം നമ്മൾ തുടങ്ങണം. ആ ഒരു പേഷ്യന്റിനെ വെൽക്കം ചെയ്യുക, വെൽക്കം പേഷ്യന്റ് ആൻഡ് ചെക്ക് ദർ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽ. അവർ വരിക, അവരെ കയ്യിൽ ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽ ഉണ്ടാവും. കോമൺലി ടോക്കൺ നമ്പർ ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടോക്കൺ നമ്പർ ആണ്, അല്ലെങ്കിൽ അവരുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവും. പുറത്തുനിന്നുള്ള, ഇപ്പോൾ ഒ പി ഡി ആണല്ലോ, ചിലപ്പോൾ പുറത്തുനിന്നുള്ള പിന്നെ പേഷ്യൻസ് ഡയറക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അവരെ കയ്യിൽ എന്താണ് സ്ലിപ്പ് ഉള്ളത് എന്ന് നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് അവർക്ക് പോകേണ്ട ഏരിയ, നെക്സ്റ്റ് വെരിഫൈ പേഷ്യന്റ് ഇൻഫർമേഷൻ സച്ച് ആസ് ഐഡന്റിഫിക്കേഷൻ, ഇൻഷുറൻസ്, പ്രീവിയസ് മെഡിക്കൽ റെക്കോർഡ്സ് ഇഫ് നെസറി. അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ഐഡന്റിഫൈ ചെയ്യാം, ആരാണ് പേഷ്യന്റ് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ എന്ന് മനസ്സിലാക്കുക, ആൻഡ് മുമ്പ് അവരെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തതാണോ എന്നുള്ള കാര്യങ്ങളും ആവശ്യമാണെങ്കിൽ അത് മനസ്സിലാക്കുക. 2-3 കേസ് ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മളെ സാധാരണ അസുഖങ്ങൾക്ക് വന്ന് ഒപ്പിട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഹിസ്റ്ററി നമുക്കറിയാലോ, ചില അസുഖം കണ്ടാലോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരോടും ചോദിക്കാം. മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കുന്നത് വളരെ നല്ലതാണ്. മെഡിക്കൽ ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ 70% ഒരു ഡയഗ്നോസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഓക്കെ, ഡയറക്ട് പേഷ്യന്റ് ടു അപ്രോപ്രിയേറ്റ് വെയിറ്റിംഗ് ഏരിയ ബേസ്ഡ് ഓൺ ദെയർ അപ്പോയിന്റ്മെന്റ് ഓർ കൺസൾട്ടേഷൻ നീഡ്സ്. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്. ഒ പി നമ്പർ 1, ഒ പി നമ്പർ 2, അങ്ങനെ 8ഓളം ഒ പികളാണ് നമ്മളുടെ ഹോസ്പിറ്റലിൽ ക്രമീകരിച്ചിട്ടുള്ളത്. എവിടെയാണ് അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ഏരിയ, അല്ലെങ്കിൽ ആദ്യം എവിടെ പോയിട്ടാണ് ഇരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഒരു നഴ്സിംഗ് ഏരിയ, ഇപ്പൊ നമ്മുടെ റിസപ്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് നഴ്സിംഗ് സ്റ്റേഷൻ ആയിരിക്കും. നഴ്സിംഗ് സ്റ്റേഷനിൽ ആര് വന്നാലും ഫസ്റ്റ് ചെയ്യേണ്ട അവരെ ഗ്രീറ്റ് ചെയ്യുക, ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് മോർണിംഗ് സർ എന്നും പറഞ്ഞിട്ട് സാർ എന്നോ മാഡം എന്നോ വിളിക്കുക.
എന്നിട്ട് അവരെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ ചെയ്യേണ്ടതെന്നുള്ളതിലേക്ക് പോകും. ഒന്ന് അവരെ വെൽക്കം ചെയ്യുക, അവരെ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസും ചെക്ക് ചെയ്യുക, അവരുടെ ഐഡന്റിഫിക്കേഷൻ നോക്കുക, അവരുടെ പേര് അല്ലെങ്കിൽ ഇൻഷുറൻസ് ആണോ അല്ല പ്രീവിയസ് മെഡിക്കൽ റെക്കോർഡ്സ് എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ടതുണ്ടോ കൃത്യമായിട്ട് നോക്കുക. പിന്നെ അവർ എവിടേക്കാണോ വെയിറ്റിംഗ് ഏരിയ, അവരുടെ അപ്പോയിന്റ്മെന്റ് ബേസ് ചെയ്തിട്ട് വെയിറ്റിംഗ് ഏരിയ എവിടെയാണോ അവിടേക്ക് അവരെ കൊണ്ടുപോയി ആക്കി കൊടുക്കുക. ദെൻ ട്രയേജ് ഇഫ് അപ്ലിക്കബിൾ. അതായത് പിന്നെ ട്രയേജ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനാണ് ട്രയേജ് എന്ന് പറയാം. പെർഫോം ട്രയേജ് ഇഫ് റിക്വയർഡ്. ആവശ്യമാണെങ്കിൽ ട്രയേജ് പെർഫോം ചെയ്യുക. അത് പ്രയോറിറ്റൈസിങ് പേഷ്യൻസ് ബേസ്ഡ് ഓൺ ദർ സിവിയർ ഓഫ് ദർ കണ്ടീഷൻ, ലൈക്ക് എമർജൻസി അല്ലെങ്കിൽ പാർഷ്യൽ എമർജൻസി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ലൈഡ് വരുന്നുണ്ട്, അതിൽ ഈ ട്രയേജ് പ്രോസസ്സിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അതായത് എൻഷുർ ദാറ്റ് critical patients are attended to first while maintaining patient flow for non-urgent cases. ഇതാണ് ഒരു ട്രയേജ് എന്ന് പറഞ്ഞത്. അതായത് അർജന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള പേഷ്യൻസിനെ മുൻകൂട്ടി പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയാണ് ട്രയേജ്. ട്രയേജ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ട്രയേജ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഏരിയയിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ട്രയേജ്. ഓക്കെ, ട്രയേജിന്റെ ഹൗ വി അസസ് എമർജൻസി പേഷ്യന്റ്. ഒന്ന് റേറ്റിംഗ് 1, ഇമ്മീഡിയറ്റ്ലി ലൈഫ് ത്രെറ്റനിങ് പേഷ്യൻസ്, ക്രിട്ടിക്കൽ ഇഞ്ചുറി, കാർഡിയാക് അറസ്റ്റ്, കോഡ് ബ്ലൂ. അതിൽ വരുന്ന അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ലൈഫ് ത്രെറ്റനിങ് ഒന്നല്ല, അതായത് പെയിൻ ഉണ്ട്, വെരി സിവിയർ പെയിൻ, ഫ്രാക്ചർ, ക്രിട്ടിക്കൽ ഇൽനെസ്, ചെസ്റ്റ് പെയിൻ, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ഇതൊക്കെ വരികയാണെങ്കിൽ റേറ്റിംഗ് 2 കൊടുക്കാം. റേറ്റിംഗ് 3, റേറ്റിംഗ് 3 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ലൈഫ് ത്രെറ്റനിങ് പേഷ്യൻസ് തന്നെയാണ്. സിവിയർ ഇൽനെസ് ഉള്ള, ബ്ലീഡിങ് ഹെവിലി ഫ്രം കട്ട്സ്, ഏതെങ്കിലും മുറിവോ ഇതിലും ബ്ലീഡിങ് ആയിട്ട് പോകണമെങ്കിൽ മൂന്നാമത്തെ ട്രയേജിലേക്ക് കൊടുക്കാം. 4 ട്രയേജ് 4 അത് പൊട്ടൻഷ്യലി സീരിയസ് പേഷ്യന്റ്, ലെസ് സിവിയർ സിംറ്റംസ് ഓർ ഇഞ്ചുറീസ് ലൈക്ക് ചെവി വേദന, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവില്ലേ, അവര് റേറ്റ് 4. റേറ്റ് 5 ലെസ് അർജന്റ് പേഷ്യന്റ്, മൈനർ ഇൽനെസ്സുമായി വരുന്ന റാഷസോ പിന്നെ എന്തെങ്കിലും മൈനർ എയ്ക്ക് പെയിൻസ്, ചെറിയ പെയിനുകളുമായിട്ട് വരുന്ന ആളുകൾ. ഇങ്ങനെയാണ് ട്രയേജിന്റെ എമർജൻസി പേഷ്യൻസിനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ. അടുത്തതിൽ വരുന്നത് ഇനീഷ്യൽ അസസ്മെന്റ് ആണ്. ഇതാണ് സാധാരണ എല്ലാ ഹോസ്പിറ്റലുകളും ചെയ്യാറുണ്ട്. വരുമ്പോൾ നമ്മൾ ടോക്കൺ എടുക്കും, ഒരു സൈഡിൽ ഒരു മേശയോ എന്തെങ്കിലും ഉണ്ടാവും, അപ്പൊ അവിടെ പോയിട്ട് അവരെ അപ്പോഴത്തെ കണ്ടീഷൻ നോക്കും. അതിന്റെ ഒരു യഥാർത്ഥ രൂപമാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന് കളക്ട് പേഷ്യന്റ് ഡാറ്റ. കൃത്യം നമ്മളെ കയ്യിൽ അവരുടെ ടോക്കൺ എടുത്തു വന്നാൽ അവരുടെ കയ്യിൽ, പേഷ്യൻസിന്റെ കയ്യിൽ അവരുടെ ടോക്കൺ സ്ലിപ്പാണ് ഉണ്ടാവുക. നമ്മളെ കയ്യിൽ എന്തുണ്ടാവും? നമ്മളെ കയ്യിൽ, അതായത് ഒരു നഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളെ കയ്യിൽ അവരുടെ പ്രിസ്ക്രിപ്ഷൻ എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് അവിടെ കളക്ട് ചെയ്ത പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ വാങ്ങിക്കും. എന്നിട്ട് ഓരോ പേര് വിളിച്ചിട്ട് അവരുടെ ഡാറ്റ കളക്ട് ചെയ്യുക. അതായത് എന്താണ് കംപ്ലൈന്റ്, മെഡിക്കൽ ഹിസ്റ്ററി, അലർജീസ്, ഈ സംഗതികളൊക്കെ നമുക്ക് ചോദിക്കാം. ആ സമയത്ത് തന്നെയാണ് നമ്മൾ ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, അതായത് പിന്നെ റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ, വെയിറ്റ്, ഹൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇനീഷ്യൽ അസസ്മെന്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് ആൻഡ് ഡോക്യുമെന്റ് വൈറ്റൽ സൈൻസ്. ഒന്ന്, ഡാറ്റ കളക്ട് ചെയ്തു, ഇന്ന പേഷ്യന്റ് ആണ്, ഇന്ന കംപ്ലൈന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി. 2, അവരുടെ ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്സ്, ഓക്സിജൻ സാച്ചുറേഷൻ, വെയിറ്റ്, ഹൈറ്റും. മിനിമം ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, വെയിറ്റ്, ഹൈറ്റ്, പിന്നെ SpO2, ഓക്സിജൻ സാച്ചുറേഷൻ, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ഒരു പേഷ്യന്റിനെ നമ്മൾ എടുത്തിരിക്കണം ഇനീഷ്യൽ അസസ്മെന്റിൽ. നോട്ടിഫൈ ദ ഫിസിഷ്യൻ ഇമ്മീഡിയറ്റ്ലി ഇഫ് അബ്നോർമൽ ഫൈൻഡിങ്സ് ആർ നോട്ടഡ്. എന്തെങ്കിലും അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിവരം അറിയിക്കാം. ഓക്കെ, ഞാൻ ഈ നോട്ട് ചെയ്ത് വെച്ച ലിങ്ക്, നമ്മൾ ഈ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയയാണ്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള വലിയൊരു ഏരിയയാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്ക് കൂടി കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ലിങ്ക് ചെക്ക് ചെയ്തിട്ട് ഇത് മാത്രമായിട്ട് നോക്കി പഠിക്കാനും പറ്റും. അത് ഒരു വെസ്റ്റ് കോസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇനീഷ്യൽ അസസ്മെന്റിന്റെ ഒരു ബ്ലോഗ് തന്നെ ഉണ്ട്.
അപ്പോൾ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന മെറ്റീരിയൽ ആണ്. ഇതാണ് മിനിമം ഒരു പിന്നെ ഇനീഷ്യൽ അസസ്മെന്റ് ഞാൻ ഇവിടെ പറഞ്ഞു. ദെൻ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഈ ലിങ്കിൽ പറയുന്നുണ്ട്. സോ യു ക്യാൻ യൂസ് ഇറ്റ് അഡീഷണൽ സ്റ്റഡി എന്നുള്ള രീതിയിൽ അത് പഠിക്കാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അസിസ്റ്റിംഗ് വിത്ത് കൺസൾട്ടേഷൻ. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് കൺസൾട്ടേഷൻ റൂമാണ്. ഒരു ഡോക്ടർ വരുന്നതിന് മുമ്പ് ആ ഒരു കൺസൾട്ടേഷൻ റൂം, മൈനർ OT, നമ്മളുടെ പിന്നെ കാഷ്വാലിറ്റി ഏരിയ, ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. എൻഷുർ ദാറ്റ് ദ കൺസൾട്ടേഷൻ റൂം ഈസ് റെഡി ഫോർ ഈച്ച് പേഷ്യന്റ്. എല്ലാ ഏരിയയും കൺസൾട്ടേഷൻ റൂം, നമ്മുടെ ഇഞ്ചക്ഷൻ റൂംസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ അസസ്മെന്റ് ഏരിയ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആണെങ്കിൽ അത്, നമ്മുടെ ആവശ്യമുള്ള മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ്, ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുക. അതായിരിക്കും നമ്മുടെ മോർണിംഗ് റൊട്ടീൻ. ഫസ്റ്റ് റൊട്ടീൻ സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ, BP മോണിറ്റർ, ഗ്ലൗ ആൻഡ് സാനിറ്റൈസർ, എക്സെട്ര. ഇത്രയും സംഗതികൾ നമ്മുടെ കയ്യിൽ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് എന്ന് ഉറപ്പുവരുത്താം. Ensure that the electronic medical record, EMR or patient files are ready for the physician review. നമുക്ക് പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് ഇവരെ മെഡിക്കൽ റെക്കോർഡ്സ് എൻട്രി ചെയ്യുകയാണെങ്കിൽ അതെല്ലാം റെഡിയാണ്. അല്ലെങ്കിൽ പേഷ്യന്റ് ഫയൽ നമുക്ക് ഡോക്ടർ കാണാൻ വേണ്ടിയുള്ള പേഷ്യന്റ് ഫയലുകളെല്ലാം റെഡിയായി വൃത്തിയായി ഇരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. പേഷ്യന്റ് കൺസൾട്ടേഷൻ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഫയലുകൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ അവിടേക്ക് പാസ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് ഈ എറേഴ്സ് ഒക്കെ കുറെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതായത് ലിസ്റ്റ് മാറിപ്പോവുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോട്ട് ചെയ്ത സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള ചാൻസസ് ഒക്കെ ഇത് കുറക്കും. നെക്സ്റ്റ്, പേഷ്യന്റ് എസ്കോർട്ട്. ഈ പേഷ്യന്റ് കൂടെ പേര് വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാൾ ദ പേഷ്യന്റ് ബൈ നെയിം, വെരിഫൈ ദ ഐഡന്റിറ്റി. ഐഡന്റിറ്റി എങ്ങനെ വെരിഫൈ ചെയ്യാം? അവരുടെ പേര് അവരോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡറിനോട് ചോദിക്കുക, ഇത് ക്ലിയർ അല്ലേ, ഇവരെന്നല്ലേ, ഇത്ര വയസ്സല്ലേ എന്നുള്ള ഒരു, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ദെൻ ഗൈഡ് ദം ദ കൺസൾട്ടേഷൻ റൂം. അവരെ കൺസൾട്ടേഷൻ റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകുക, അല്ലെങ്കിൽ പേഷ്യന്റോ അല്ലെങ്കിൽ പേഷ്യന്റ് നടക്കാൻ പറ്റുന്ന പേഷ്യന്റ് ആണെങ്കിൽ ദേ വിൽ കം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ നമ്മുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് എത്തിക്കുക. മെയിൻറ്റെയിൻ ദ പേഷ്യന്റ് പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി ഡ്യൂറിങ് ദ എസ്കോർട്ട് പ്രോസസ്. ഒരു പേഷ്യന്റിനായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അവരുടെ പേഷ്യന്റ് പ്രൈവസി, ഒന്ന് നമ്മളിപ്പോ നമ്മള് വീൽ ചെയറിൽ പോകുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ ഡ്രസ്സ്, അവരുടെ ബാക്കിയുള്ള സംഗതികൾ അതൊക്കെ ഒന്ന് അവരെ ധരിപ്പിച്ചിട്ട് തന്നെ കൃത്യമായിട്ട് അവരുടെ മേലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവരുടെ ഡിഗ്നിറ്റിയെ കുറക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അവരുടെ ഇപ്പൊ അവർക്ക് വലിയ കുഴപ്പമില്ല, നടക്കാൻ വയ്യാത്തേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പകുതി കൊണ്ടായി നിർത്തി ബാക്കിയുള്ളവരുടെ സംസാരിച്ച് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി അവരുടെ അങ്ങനെയുള്ള സംഗതികളൊന്നും ചെയ്യാൻ പാടില്ല. പേഷ്യന്റ് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തേ മതിയാവും. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സർവീസ് ഓറിയന്റഡ് ആണ്. അവർക്ക് എത്രയും അവരുടെ ബഹുമാനിച്ചുകൊണ്ട് പൊളൈറ്റ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ വി വിൽ ടേക്ക് കെയർ ദെയർ പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി ഡ്യൂറിങ് എസ്കോർട്ട് പ്രോസസ്. ഇപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോ അപ്പൊ അപ്പുറത്തുനിന്ന് ഒരു സ്റ്റാഫ് എന്നെ ചോദിച്ചു, എന്താ സിസ്റ്റർ, അതെ ഈ പ്രശ്നമാണ്, അതെ ഇതാണ്, ഇന്ന് ഇതന്നെ, അങ്ങനെയൊക്കെ ഒരു കമന്റ് ഉണ്ടാവില്ല. അതൊന്നും നമ്മളെ കയ്യിൽ നിന്ന് വരാൻ പാടില്ല. കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക വാട്ട് വി ആർ ഡൂയിങ്. ദെൻ നമുക്ക് ആ പേഷ്യന്റിനെ എസ്കോർട്ട് ചെയ്യാം. ഓക്കെ, ആ എസ്കോർട്ടും അതിലൂടെ നമുക്ക് അവരായിട്ട് എന്ത് ചെയ്യാം, ഐ കോണ്ടാക്ട്, അവരുടെ സംസാരം, ആ പേഷ്യൻസിനോടും ബൈസ്റ്റാൻഡേഴ്സുള്ള സംസാരം, അപ്പോൾ തന്നെ അവർക്കൊരു മാനസികമായിട്ട് നമ്മളോടുള്ള റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോഴേക്കും പേഷ്യൻസിന്റെ ഏകദേശം ഇമോഷണൽ സംഗതികളൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ടാവും. കുറെ ഭാഗം ഇമോഷണൽ ഏരിയ സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിക്കവറിയിലേക്ക് പോവാൻ വേണ്ടി ഉള്ള സാഹചര്യം ഒരുങ്ങും. ദെൻ അസിസ്റ്റിംഗ് ഫിസിഷ്യൻ. ഓക്കെ, കൺസൾട്ടേഷൻ, അസിസ്റ്റ് ദ ഫിസിഷ്യൻ ഡ്യൂറിങ് ദ എക്സാമിനേഷൻ ആൻഡ് മൈനർ പ്രൊസീജിയേഴ്സ്. ചെറിയ പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ എക്സാമിനേഷനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. പ്രിപ്പയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഇൻസ്ട്രുമെന്റ് എല്ലാം സ്റ്റെറൈൽ ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക, മൈനർ OT-യിലൊക്കെ പ്രത്യേകിച്ചും. പിന്നെ അതേപോലെ തന്നെ OP റൂമുകളിൽ പ്രത്യേകിച്ചും. പിന്നെ നമ്മുടെ ENT അല്ലെങ്കിൽ സർജറി വിഭാഗം, ഇവരൊക്കെ ഡോക്ടേഴ്സ് ആണെങ്കിൽ കുറച്ച് ഐറ്റംസ് അവരുടെ കയ്യിലുണ്ടാവും, അവരുടെ പിന്നെ ഓരോ പേഷ്യൻസിനെയും നോക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ നഴ്സിംഗ് എന്നുള്ള രീതിയിൽ നമ്മളാണ് ഉറപ്പുവരുത്തേണ്ടത്. പ്രിപ്പയറിംഗ് ഇൻസ്ട്രുമെന്റ്സ്,
handling or equipments, applying the bandages or dressings. ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. ബി റെഡി ടു അസിസ്റ്റ് വിത്ത് ദ ടേക്കിംഗ് സാമ്പിൾസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാളുടെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവർക്ക് ഡോക്ടർ പറയാണ് ഇന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ലാബിലേക്ക് വിളിച്ച് പറയാം, അവര് വന്ന് പിന്നെ സാമ്പിൾസ് കളക്ട് ചെയ്യും. ചിലപ്പോ നമ്മൾ എമർജൻസി സിറ്റുവേഷൻ തന്നെ ആയിരിക്കും, നമ്മൾ തന്നെ എടുത്ത് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതിന്റെ കുറച്ച് സാമ്പിൾസ് കളക്ട് ചെയ്യാനുള്ള പിന്നെ ബോട്ടിൽസും സംഗതികളൊക്കെ അവിടെ വെക്കുക. അല്ലെങ്കിൽ സ്വാബ് കളക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള മിനിമം റിക്വയർമെന്റ് സംഗതികൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ദെൻ അവിടെ നിന്ന് തന്നെ സാമ്പിൾ കളക്ട് ചെയ്യുകയും ചെയ്യുക. പോസ്റ്റ് കൺസൾട്ടേഷൻ കെയർ. ഇപ്പൊ കൺസൾട്ടേഷൻ കഴിഞ്ഞു. ദെൻ അടുത്ത ഏരിയ, നോർമലി അധികം OP പേഷ്യൻസും ഡോക്ടറെ കാണിച്ചിട്ട് അവരുടെ മെഡിക്കേഷനും വാങ്ങിച്ച് നേരെ പോവാണ് ചെയ്യുക. എന്നിരുന്നാലും കുറച്ചെങ്കിലും ആളുകൾ പിന്നെ നമ്മുടെ കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം വാർഡിൽ ഒരു ഹോൾഡിംഗ് ഏരിയയിൽ ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് ഉണ്ടാവും, IV ഫ്ലൂയിഡ്സ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടി ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യും. ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത് അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. ഇഞ്ചക്ഷൻസ് ആവാം, IV ഫ്ലൂയിഡ്സ് ആവാം, ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഫിസിഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. എൻഷുർ ദ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആൻഡ് അഡ്ഹറൻസ് ടു ദ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ. നമ്മുടെ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ അനുസരിച്ച് കൃത്യം ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓരോ മെഡിക്കേഷൻ ചെയ്യുമ്പോഴും ഡോക്ടറുടെ ഓർഡർ അനുസരിച്ചാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക. നമ്മളുടെ ഡോക്യുമെന്റിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. അതേപോലെ തന്നെ എഡ്യൂക്കേറ്റ് പേഷ്യന്റ് ഹൗ ടു ടേക്ക് മെഡിക്കേഷൻ അറ്റ് ഹോം. ഇപ്പൊ നമ്മളൊരാൾ ഇത് കഴിഞ്ഞു, വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത് കഴിക്കണം. അല്ലാതെ സാധാരണ ഇതെല്ലാം കഴിഞ്ഞു, ഇനി ഫാർമസി പോയി മെഡിസിൻ വാങ്ങിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടാതെ ഫാർമസി മെഡിസിൻ വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ ഇപ്പോൾ ഇന്ന സമയത്ത് ഈ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു, അവരുടെ മരുന്ന് മേടിക്കാൻ വേണ്ടി പറഞ്ഞാൽ ആ മരുന്ന് മേടിച്ച് കൊണ്ടുവരുന്ന സംഗതികളാണെങ്കിൽ കൃത്യമായിട്ട് അവർ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. മാഡം ഇങ്ങനെ ചെയ്യണം, ഇപ്പൊ ഇത് ഈ സമയത്ത് കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കണം, ചിലപ്പോൾ എന്തെങ്കിലും വൂണ്ട് ഡ്രസ്സിങ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കൃത്യമായിട്ട്. കാരണം ഡോക്ടേഴ്സ് എപ്പോഴും തിരക്കായിരിക്കും. ഒരു കാര്യം കഴിഞ്ഞ് അടുത്തൊരു പേഷ്യന്റിലേക്ക് അവർ പോകും. നമുക്ക് പിന്നെ കൂടുതലും അവൈലബിലിറ്റി ഉണ്ടാവാൻ നഴ്സസ് ആണ്. അപ്പൊ നഴ്സസ് ഇക്കാര്യത്തിൽ ഒന്നുകൂടി കൂടുതൽ ശ്രദ്ധിക്കണം. സോ ദേ നീഡ് ടു നോ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് കൃത്യമായുള്ള ധാരണ അവർക്ക് വേണം. എവ്രി ഡേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എല്ലാ മെഡിസിനുകളെ കുറിച്ച് നമുക്ക് പഠിക്കണം, പിന്നെ ഡോസേജിനെ കുറിച്ച് പഠിക്കണം, ടൈമിങ് എങ്ങനെയാണെന്ന് പഠിക്കണം, പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട് വരാനുള്ള സാധ്യതകൾ. പിന്നെ മരുന്ന് കുടിക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന അസുഖമുള്ള ആൾക്കാർക്ക് ഇപ്പൊ ചില ആന്റിബയോട്ടിക് എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ ചില ആൾക്ക് ഗ്യാസിന്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ ഇന്ന മരുന്ന് അപ്പൊ കഴിക്കണം. അല്ലെങ്കിൽ സാധാരണ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ, പക്ഷെ കാര്യമാക്കേണ്ടതില്ല എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള നോളേജ് വേണം. ഓക്കെ, അപ്പോ പോസ്റ്റ് കൺസൾട്ടേഷൻ കെയറിൽ ഒന്നാമത്തെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് ചെയ്യേണ്ട രൂപമാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഗൈഡിങ് പേഷ്യന്റ് ഫോർ ഫർദർ പ്രൊസീജിയർ. ഇപ്പൊ ഒരു പേഷ്യന്റ് പിന്നെ ഡോക്ടറെ കണ്ടു, ഡയറക്റ്റ് പേഷ്യന്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ലബോറട്ടറിയിലേക്ക് പോകണം, അല്ലെങ്കിൽ എക്സ്റേയിലേക്ക് പോകണം, ഫാർമസിയിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യൻസിന് മേഡം സാർ വരും, ഇതാ ഇവിടെയാണ് ഞങ്ങളുടെ ഫാർമസി, നമ്പർ 3 അല്ലെങ്കിൽ നമ്പർ 4 സാർ ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, ഇവിടെയാണ് ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് അത്രയെങ്കിലും ഓരോരുത്തരെയും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുക. മാഡം ഇത് ഇവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്, മാഡം വരൂ നമുക്ക് ഇവിടെ നിന്നാണ് എക്സ്റേ ചെയ്യേണ്ടത്. എന്നിട്ട് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അവരെ കൊണ്ടുപോയി ആക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫാന്റാസ്റ്റിക്. അവരെ ഹാൻഡ് ഓവർ കൊടുക്കുക, നെക്സ്റ്റ് അടുത്ത പേഷ്യന്റിലേക്ക് വരിക. എപ്പോഴും നമ്മളുടെ ഒരു പിന്നെ ഈ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവര് നമ്മളുടെ ഒരു ഓൺ ഫീലിംഗ് വരണം, നമ്മളുടെ ഒരു സ്വന്തം എന്നുള്ള ഫീലിംഗ് വരണം. ആ രൂപത്തിൽ ഓരോരുത്തരെയും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇമോഷണലി എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ഒരു പേഷ്യന്റ് വരുമ്പോൾ എന്തെങ്കിലും അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും വരിക. സോ നമ്മളുടെ ഹെൽപ്പ് ആ സമയത്ത് അത്യാവശ്യമാണ്.
ആ രൂപത്തിൽ വേണം നമ്മൾ അവരോട് ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പോകേണ്ട ഒന്ന് ലബോറട്ടറിയാണ്, ലാബിലേക്ക് പോവാം, മറ്റേ സ്കാനിങ് എന്നുള്ള രീതിയിലേക്ക് പോവാം, അല്ലെങ്കിൽ ഫാർമസിയിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ അഡ്മിഷനിലേക്ക് പോവാണെങ്കിൽ IP-യിലേക്ക് ആക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ അതെല്ലാം കൊടുക്കുക. അല്ലെങ്കിൽ നെക്സ്റ്റ് അസിസ്റ്റ് കോർഡിനേറ്റ് ദ പേഷ്യന്റ് റഫറൽ ടു ദ സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് ഇഫ് നെസറി. ഇപ്പോ ചില അസുഖങ്ങൾ നമുക്ക് സിവിയർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഗൈനിക്, പീഡിയാട്രിക് അല്ലെങ്കിൽ അതുപോലുള്ള കേസുകളാണ്. ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഏരിയയിലേക്കൊക്കെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുക അവരെ അങ്ങോട്ട് അവരുടെ ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്യുക. സാധാരണ എല്ലാ ഹോസ്പിറ്റലുകളും ചെയ്യുന്ന പ്രൊസീജിയർ അതാണ്. ഏറ്റവും കൂടുതൽ ഇതിനുമായി ബന്ധപ്പെട്ട ഏരിയയിലേക്ക് റെഫർ ചെയ്യുക. റെഫറിങ് പ്രോട്ടോകോൾസ് നമുക്കുണ്ട്. ഓരോ സിവിയർനെസ് അനുസരിച്ച് നമ്മൾ ആംബുലൻസിനെ കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആംബുലൻസ് ആണെങ്കിൽ ആംബുലൻസ്, അല്ലെങ്കിൽ അവൈലബിൾ വെഹിക്കിൾ ഏതാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മളൊരു പ്രിപ്പറേഷൻ നമ്മൾ ഓരോ കാഷ്വാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസ് ഏരിയകളിൽ വെച്ചിട്ടുണ്ട്. സോ അത് കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് നമ്മളുടെ റെഫറിങ് പ്രോട്ടോകോൾ? ഓക്കെ, ഈ കാര്യങ്ങളാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. പേഷ്യൻസിനെ അടുത്ത പ്രൊസീജിയറിലേക്ക് ഗൈഡ് ചെയ്യുക. ഫസ്റ്റ് വൺ നോർമൽ ആണെങ്കിൽ ലബോറട്ടറി, ഇമേജിംഗ്, ഫാർമസി ഈ ഏരിയയിലേക്ക് പോവാം, അല്ലെങ്കിൽ ലബോറട്ടറി, ഇമേജ്, ദെൻ IP ആണെങ്കിൽ അങ്ങനെ പോവാം. അതുമല്ല റഫറലാണെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. പേഷ്യന്റ് എഡ്യൂക്കേഷൻ. പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, എങ്കിലും അവർക്ക് വേണ്ടി ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. വാട്ട് വി ഡൺ, നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത്, ഇനി നിങ്ങൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, കൃത്യമായി ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ പറയാൻ. മിസ്റ്റേക്ക് വരുത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായുള്ള ധാരണ വേണം. എല്ലാ കാര്യങ്ങളും പേഷ്യന്റ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ കൃത്യമായ ധാരണ ഉണ്ടാവും. ഒന്ന്, പ്രൊവൈഡ് ദ പേഷ്യന്റ് വിത്ത് ദ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ. ഇപ്പൊ നമ്മളതിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇത് എങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ ഡയറ്റിംഗ് എന്നുള്ള രീതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചെയ്യാനുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ലഘുലേഖ പോലെ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽസ് കൊടുക്കാം. അല്ലെങ്കിൽ നോർമലി നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർ ഡയറക്റ്റ് ബന്ധപ്പെടുകയും ചെയ്യാം. നിങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടോ മാഡം? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. അതിനനുസരിച്ച്, കാരണം നമുക്ക് വലിയൊരു ഡാറ്റ ബാങ്ക് തന്നെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട. അപ്പൊ ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ സാധാരണ അങ്ങനെ അയക്കാറുണ്ട്. സോ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ആ കൃത്യം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ദെൻ വെർബൽ ഇൻസ്ട്രക്ഷൻ ഓൺ ദ മാനേജിങ് ദെയർ കണ്ടീഷൻ. ഇപ്പോ ഒരാളുടെ എന്തെങ്കിലും ഫ്രാക്ചർ ആയതാണെങ്കിൽ എങ്ങനെ ആ കണ്ടീഷൻ വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കും അതേപോലെ തന്നെ ബൈസ്റ്റാൻഡർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മെഡിക്കേഷൻ എങ്ങനെ എടുക്കണം, എപ്പോഴാണ് മരുന്ന് കഴിക്കേണ്ടത്, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പ്ലാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇപ്പോ ചില മെഡിസിൻസ് ഉണ്ടാവും 6 ഡേയ്സിലൊക്കെ കഴിക്കുന്നത്, അല്ലെങ്കിൽ ചില അങ്ങനത്തെ സംഗതികൾ കൃത്യമായി പറഞ്ഞ് ഇതാണ് ആ മെഡിസിൻ, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വരുമ്പോ ഇതും കൂടി ചെയ്തിട്ട് വരണം. അപ്പൊ കൃത്യമായുള്ള ഒരു നോളജ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്ത പേഷ്യൻസിനൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും. എത്ര പേര് അറ്റൻഡ് ചെയ്തു, അവരോടൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ഒരു ഭയങ്കരമായുള്ള ഒരു നോളജ് തന്നെ നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ ദിവസം ഓരോ അസുഖങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഒത്തിരി കാര്യങ്ങൾ അതിന് നോളജ് അക്വയർ ചെയ്യാൻ പറ്റും. നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പേഷ്യൻസിനോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ എന്താണ് പറഞ്ഞത് അത് വിശദീകരിച്ച് കൊടുക്കാം. ദെൻ ഓഫർ ഗൈഡൻസ് ഓൺ പ്രിവെന്റീവ് മെഷർ. ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം. ഇപ്പൊ നമ്മൾ ചൂടുവെള്ളം കുടിക്കരുത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ, അപ്പൊ അത് എങ്ങനെയാണ് വരുന്നത്? വെള്ളത്തിലൂടെയാണ് വരുന്നത്. അപ്പൊ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. അങ്ങനെയുള്ള കുറച്ച് സംഗതികൾ. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്ററി എടുക്കുമല്ലോ ഓരോ പേഷ്യന്റ്. അപ്പൊ നമുക്ക് അറിയാം അവരെങ്ങനെയാണ് ഉള്ള ലൈഫ് സ്റ്റൈൽ, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് എങ്ങനെയെങ്കിലും നമുക്ക് ഒരു കെയർ പ്ലാൻ ഉണ്ടോ, കെയർ പ്ലാൻ ഫിസിഷ്യനോട് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് വിശദീകരിച്ച് കൊടുക്കാൻ നമുക്ക് കഴിയണം. സോ ഈ ഒരു ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് നീഡ് ടു ഹാവ് എക്സ്പീരിയൻസ്.
അല്ലെങ്കിൽ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അതൊരു സ്കില്ലാണ്. സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് കൃത്യമായ നോളേജും കൃത്യമായ സപ്പോർട്ടോടും കൂടി സീനിയർ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫിസിഷ്യൻസിന്റെ ഇവരോടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഈ സംഗതികൾ കൃത്യമായിട്ട് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. നാലാമത്തെ കാര്യം ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. ഡോക്യുമെന്റേഷൻ മസ്റ്റ്. ഏതൊരു പേഷ്യന്റ് നമ്മളുടെ കാഷ്വാലിറ്റി അല്ലെങ്കിൽ OP ഡിപ്പാർട്ട്മെന്റ് വന്നാലും നമ്മൾ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തപ്പോൾ അക്യുറേറ്റ് പേഷ്യന്റ് ഡോക്യുമെന്റേഷൻ, റെക്കോർഡ് ദ പേഷ്യന്റ് വൈറ്റൽ സൈൻസ് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അസസ്മെന്റ് ഫൈൻഡിങ്സ്, ട്രീറ്റ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, പേഷ്യന്റ് ഫയൽ. അത് പേഷ്യന്റ് ഫയലിൽ അവർ വന്ന വൈറ്റൽ സൈനും അതേപോലെ തന്നെ അസസ്മെന്റും ട്രീറ്റ്മെന്റ് അഡ്മിനിസ്ട്രേഷനും കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ. ദെൻ ensure that all medical intervention including medication administration, diagnostic tests and test orders, follow-up appointment are documented in detail. അതായത് നമ്മളിപ്പോ EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നുണ്ട്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഇപ്പോ കറന്റ്ലി നമ്മൾ റൺ ചെയ്യുന്നില്ല. മീൻസ് പിന്നെ എല്ലാ കാര്യങ്ങളും റെക്കോർഡായിട്ട് വരുന്നില്ല. അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. എന്നാലും എല്ലാത്തിനും കൃത്യം ഫയലുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ പേഷ്യന്റും ഇവിടെ രജിസ്റ്റേർഡ് ആണ്. നമുക്ക് അതിനുള്ള പ്രത്യേക ഫയലുകളുണ്ട്. സോ ആ ഫയലുകൾ കീപ്പ് ചെയ്യുക. IP പ്രത്യേകം സെപ്പറേറ്റ് ഉണ്ട്. OPD ആണെങ്കിൽ കൃത്യമായ ലെഡ്ജറുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എന്തിൻ്റെങ്കിലും കോപ്പി, ഇപ്പോ MLC കേസാണ് വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം, അതിന്റെ എന്തൊക്കെ രജിസ്റ്ററുകളാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ സൈൻ ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ ഒരു പേഷ്യന്റ് വരുന്നു, പേഷ്യന്റ് കൺസേൺ ഫോംസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നോട്ട് വില്ലിങ്, ഒരു സംഗതി നമ്മൾ പറഞ്ഞു പേഷ്യന്റിനോട് ഇത് ചെയ്യണം സാർ, അപ്പോൾ അതിന് വില്ലിങ് അല്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങനെ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നോട്ട് വില്ലിങ് എന്ന് എഴുതിയിട്ട് കൃത്യമായി അതിൽ മാർക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. കാരണം ഒരു പേഷ്യന്റ് ഇവിടെ വന്നു, അവര് പറഞ്ഞത് കൊണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവര് പോയി കഴിഞ്ഞിട്ട് ആ പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലേക്ക് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും നമ്മൾ മെഡിക്കേഷൻ കൃത്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. അതുമല്ല അത് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ട് വില്ലിങ് എന്ന് എഴുതിയിട്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതൊരു ഭയങ്കര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ദാറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം. ദെൻ എല്ലാ പേഷ്യൻസിനും മെഡിക്കൽ സംഗതികളെല്ലാം കൃത്യമായി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് എൻഷുർ ദാറ്റ് ഓൾ മെഡിക്കൽ ഇന്റർവെൻഷൻസ് ആർ ഇൻക്ലൂഡിങ് മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേഷൻ, അതായത് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ടെസ്റ്റ് ഓർഡേഴ്സ്, ഫോളോ അപ്പ് എന്ന് കാണിക്കണം. ഇതെല്ലാം അതിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഡോക്ടർ പറയുന്നു 3 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കും മറ്റില്ലെങ്കിൽ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്തുകൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞത്, അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡ് നമ്മളുടെ രജിസ്ട്രേഷൻ റിലേറ്റഡ് സംഗതികളുണ്ട്. ഈവൻ മെഡിക്കേഷനുമായി ബന്ധപ്പെട്ടത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും, അപ്പോൾ പിന്നെ കാഷ്വാലിറ്റിയിലാണെങ്കിൽ കാഷ്വാലിറ്റി, OP ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അത് അവർ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. എല്ലാ സംഗതികളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജ് ആൻഡ് ഫോളോ അപ്പ് ഇൻസ്ട്രക്ഷൻ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ IP ഡിസ്ചാർജ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ OPയിൽ നമ്മൾ സാധാരണ വന്നു, ഡോക്ടറെ കാണിച്ചു, മെഡിസിൻ വാങ്ങി പോയി. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നെക്സ്റ്റ് വൺ OPയിൽ വന്നു, നമ്മൾ പിന്നെ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ IV ഫ്ലൂയിഡ് ഇതെല്ലാം വേണ്ടി നമ്മൾ കുറച്ചു നേരം ഒബ്സർവേഷനിൽ ഇരിക്കൂലേ, ആ കാര്യമാണ് ഡിസ്ചാർജ് ആൻഡ് ഫോളോ അപ്പ് ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത്. എൻഷുർ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ്. ഈവൻ ഇത് നമുക്ക് IP-യിലും ഇത് തന്നെ ഫോളോ ചെയ്യാം. Ensure the patient understand and receive the clear discharge instruction. നമ്മളൊരു കാര്യം പറഞ്ഞു, മാഡം ഇത് ഇന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നല്ല, കൃത്യമായിട്ട് പേഷ്യൻസും ഒരു ബൈസ്റ്റാൻഡറും കൃത്യമായി ഈ ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്താം. ഇൻക്ലൂഡിങ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ, ഈ എഴുതി കൊടുത്ത മരുന്നുകൾ. ദെൻ ഫോളോ അപ്പ് വിസിറ്റ്, നെക്സ്റ്റ് അടുത്തത് എന്ന് വിസിറ്റ് ചെയ്യണം.
പിന്നെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുകവലിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പുള്ളിനോട് പുകവലി നിർത്താനോ അല്ലെങ്കിൽ അതിന്റെ ഇത് കുറക്കാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ എന്തെങ്കിലും കൺട്രോൾ വരുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. Ensure that the follow-up appointments are scheduled, our referrals are properly communicated to the patient. ഇപ്പോ നമ്മൾ ഒരു പേഷ്യന്റ് വന്നു, ഇന്ന് കാണിച്ചു, ഓക്കെ, മെഡിക്കേഷൻ കൊടുത്തു, ആഫ്റ്റർ 7 days അവരോട് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അവർ കൃത്യമായിട്ട് ഇതിന്റെ മുകളിൽ എഴുതി കൊടുക്കും, മേഡം അല്ലെങ്കിൽ സാർ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 7ാമത്തെ ദിവസം ഇന്ന ഡേറ്റിൽ നിങ്ങൾക്ക് ഈ സെയിം അപ്പോയിന്റ്മെന്റ് ഉണ്ടാവും, അപ്പൊ ആ ഡേറ്റിൽ വരണം എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ അവരെ റെഫർ ചെയ്യുകയാണെങ്കിൽ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇന്ന പ്രോബ്ലം കൊണ്ട് ഇന്ന ഏരിയയിൽ നിങ്ങൾക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് കിട്ടും, ഇതുമായി ബന്ധപ്പെട്ട ഫർദർ ട്രീറ്റ്മെന്റ് കിട്ടും. ഫസ്റ്റ് ഞങ്ങളിപ്പോ ഇതിന്റെ കണ്ടീഷൻ ഓക്കെ ആയിട്ടുണ്ട്, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ കിട്ടും. സോ ഇന്ന ഏരിയയിലാണ് അതിന്റെ അവൈലബിലിറ്റി എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നോർമലി അത് ഡോക്ടേഴ്സ് തന്നെ ചെയ്യും. ഡോക്ടേഴ്സ് ആണ് കൃത്യമായ റെഫറൽ കമ്മ്യൂണിക്കേഷൻ, റെഫറൽ നോട്ട് ഉണ്ടാക്കുക. സോ അത് ഡോക്ടർമാരെ അസിസ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇമ്പോർട്ടന്റ് ആയുള്ള അടുത്തൊരു ഏരിയയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്നാണ് ഇതിന്റെ ഒരു മൊത്തത്തിൽ പറയാം. അതായത് ഹൈജീൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുക, മെയിൻലി പ്രോപ്പർ ഹാൻഡ് ഹൈജീൻ. ഒന്ന്, നമ്മളുടെ പിന്നെ കൈകൾ വളരെ നീറ്റ് ആയിട്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ ക്ലിനിക്കൽ നമ്മൾ ജോലിക്ക് വരുമ്പോൾ ഓർണമെന്റ്സ് പരമാവധി ഒഴിവാക്കുക, റിങ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള സംഗതികളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഫോളോ പ്രോപ്പർ ഹാൻഡ് ഹൈജീൻ പ്രോട്ടോകോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ എവറി പേഷ്യന്റ് ഇന്ററാക്ഷൻ. ഓരോ പേഷ്യൻസിനും നമ്മൾ ഇന്ററാക്ഷന് ശേഷം ഹാൻഡ് വാഷ് കൃത്യമായിട്ട്, ഓരോ ഹാൻഡ് വാഷ് ഏരിയയിലും നമ്മൾ അതിന്റെ പ്രൊസീജിയർ വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ചിലപ്പോൾ പ്രൊട്ടക്ഷൻ കിറ്റുകൾ ഉപയോഗിക്കേണ്ട പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം PPE കിറ്റിനെ കുറിച്ചൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഒരു 2 year കോവിഡിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട്. ensure the use of appropriate personal protective equipments based on the patient condition and hospital infection control guidelines. ലൈക്ക് ഇപ്പോ ചില പേഷ്യൻസിനെ നമ്മൾ HIV അല്ലെങ്കിൽ പിന്നെ അതേപോലുള്ള പേഷ്യൻസ് നമ്മൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ കെയർ പ്ലാൻ എന്തായിരിക്കണം, അവരുമായിട്ട് എങ്ങനെ ഇടപഴകണം, അവരുടെ അസുഖങ്ങൾ ഒരു കാരണവശാലും ഒരു പേഷ്യന്റിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. സോ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ് അവരുടെ ട്രീറ്റ്മെന്റ്. അപ്പൊ ആ ട്രീറ്റ്മെന്റ് കൃത്യമായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ അടുത്ത പേഷ്യന്റ് നോക്കുമ്പോൾ അവർ നമ്മളിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കൃത്യം മാസ്ക് അല്ലെങ്കിൽ ഗ്ലൗസ്, ഗൗൺ പോലുള്ള സംഗതികൾ ഉപയോഗിക്കേണ്ടത്. ഇതില് പിന്നെ ഹാൻഡ് ഹൈജീൻ ആണ് കാര്യമായിട്ട് പറയുന്നത്. കാരണം ഓരോ പേഷ്യന്റും കഴിഞ്ഞ് നമ്മളാണ് കൈകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ഹാൻഡ് ഹൈജീൻ ഓരോ പേഷ്യൻസിനെ കഴിഞ്ഞാലും നമ്മൾ കൃത്യമായിട്ട് ആ ഹാൻഡ് ഹൈജീൻ പാലിക്കണം. എങ്ങനെ കൈ കഴുകണം എന്നുള്ള കൃത്യമായ എല്ലാ ഏരിയകളിലും നമ്മൾ പിന്നെ അതിന്റെ ഫോമാറ്റ് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. room and equipment sanitization, disinfect examination rooms and equipments between patient consultation to prevent cross contamination. അതായത് മെയിൻലി പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് എക്സാമിനേഷൻ റൂംസ്, അതായത് നമ്മുടെ മൈനർ OT അല്ലെങ്കിൽ അതുമായി ഇഞ്ചക്ഷൻ ഏരിയ, ഇതൊക്കെയാണ്. ഒരു പേഷ്യന്റ് പിന്നെ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് സംഗതികളും ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സാഗ്രിഗേഷൻ ചാർട്ട് ഉണ്ട്, അതില് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് എല്ലാ ഏരിയയിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. യെല്ലോ, റെഡ്, വൈറ്റ്, ബ്ലൂ എന്ന് പറയുന്നത് മിനിമം എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ ഓരോന്നിലും എന്തൊക്കെയാണ് നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ സംഗതികൾ വെച്ചിട്ടാണ് നമ്മൾ സാഗ്രിഗേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാജിന്റെ സാഗ്രിഗേഷന്റെ ക്ലാസ് തന്നെ എല്ലാ പീരിയോഡിക്കലി നിങ്ങൾക്ക് കിട്ടും. മെയിൻലി ഇത് മനസ്സിലാക്കുക, യെല്ലോ, റെഡ്, വൈറ്റ് ആൻഡ് ബ്ലൂ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ മെഡിക്കൽ വേസ്റ്റുകൾ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ അറേഞ്ച് ചെയ്യാൻ, അതായത് പിന്നെ സാഗ്രിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെ ഇതിനുണ്ട്. ഓക്കെ, എല്ലാ ഏരിയകളും, അതായത് എക്സാമിനേഷൻ റൂമും എക്യുപ്മെന്റ്സും എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്ട് ചെയ്യണം.
ക്രോസ് കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരാളുടെ അസുഖം മറ്റൊരാളിലേക്ക് പകരാതിരിക്കാനും വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഡിസ്പോസ് മെഡിക്കൽ വേസ്റ്റ് ഇൻക്ലൂഡിംഗ് ഷാർപ്പ് ആൻഡ് ബയോഹസാർഡ് മെറ്റീരിയൽസ് ഫോളോയിങ് ദ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ. ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ ആണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സാഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വേസ്റ്റുകൾ പിന്നെ ഒഴിവാക്കുന്നത്. അതിന് കൃത്യം പ്ലാനുകൾ ഉണ്ട്. എല്ലാ ഏരിയകളിലും ഇങ്ങനെ തന്നെ ബോർഡുകൾ, ഇപ്പൊ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ബോർഡുകൾ ഒട്ടിച്ചിട്ടുണ്ട് ഓരോ ഏരിയയിലും. അപ്പൊ അതുപോലെ ആണ് അതിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം അതെല്ലാം ചെയ്യാൻ. തോന്നിയ പോലെ വലിച്ചെറിയാനോ ഇതാക്കാനോ പാടില്ല. കാരണം പിന്നെ അത്രയും എന്താ പറയാ, ക്രോസ് കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് ഈ ഏരിയ കൈകാര്യം ചെയ്യുന്നത്. ആറാമത്തെ ഏരിയ പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കെയർ കോർഡിനേഷൻ. പേഷ്യൻസിനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഒന്ന്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പേഷ്യൻസ്. Communicate with the patient in calm and respectful and professional manner. Ensure that they understand their treatment plans and next steps. ഓരോ പേഷ്യന്റിനോടും പേഷ്യന്റ് ബൈസ്റ്റാൻഡറോടും വളരെ കാം ആയിട്ട്, റെസ്പെക്ട്ഫുൾ ആയിട്ട്, പ്രൊഫഷണൽ രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടത്. അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു പേഷ്യന്റ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ഒരിക്കലും അവർക്ക് നിങ്ങളെ അത്ര നോളജ് ഉള്ള ആൾക്കാരായിരിക്കണം എന്നില്ല. ചിലപ്പോൾ നോളജ് നിങ്ങളെക്കാൾ കൂടുതലുള്ള ആൾക്കാരായിരിക്കും. സോ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പ് മുന്നോട്ട് പോവാൻ. ഓക്കെ, ആരെങ്കിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും നമ്മളുടെ ഒരു പിന്നെ എന്താ പറയാ സ്വഭാവം മാറാനോ അല്ലെങ്കിൽ പിന്നെ ദേഷ്യം പിടിക്കാനോ എന്നുള്ള രീതിയിൽ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മളുടെ സ്വഭാവമല്ല. നമ്മളുടെ ഹോസ്പിറ്റൽ ആ ഒരു രീതിയിലല്ല നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പേഷ്യന്റ് ഇൻ കാം, റെസ്പെക്ട്ഫുൾ സർ, മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് മുന്നോട്ട് പോവേണ്ടത്. റെസ്പെക്ട്ഫുൾ പ്രൊഫഷണൽ മാനറിലാണ് നമുക്ക് പോവേണ്ടത്. പിന്നെ എൻഷുർ ദാറ്റ് ദേ അണ്ടർസ്റ്റാൻഡ് അവരുടെ എല്ലാ ട്രീറ്റ്മെന്റ് പ്ലാനുകളും നെക്സ്റ്റ് അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ട്രീറ്റ്മെന്റ് പ്ലാന് അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം, പേഷ്യന്റിനോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനോ. അഡ്രസ് എനി പേഷ്യന്റ് കൺസേൺ ഓർ ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ്ലി. അതായത് എന്തെങ്കിലും പേഷ്യൻസിന് കൃത്യം എന്തെങ്കിലും കൺസേൺസോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ച് അവർക്ക് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, ക്ലാരിറ്റി വരുത്തി കൊടുക്കുക. അവർക്ക് ആവശ്യമുള്ള എപ്പോഴാണ് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ക്ലാരിറ്റി നമ്മൾ വരുത്തി കൊടുക്കാം. ഇഫ് യു ഡോണ്ട് ഹാവ് എനി റിപ്ലൈ, ചെക്ക് വിത്ത് അവർ ഫിസിഷ്യൻ ദെൻ റിപ്ലൈ. അതായത് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അതിന് ഒരു ധാരണ ഇല്ലേ. നമ്മളൊരു ഡോക്ടറുടെ എന്താ പറയാ ഓർഡേഴ്സ് ഫോളോ ചെയ്യുന്നു. ഇൻ കേസ് അതിൽ എന്തെങ്കിലും സംശയങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നെങ്കിലും പറയാം. ദെൻ എമർജൻസി മാനേജ്മെന്റ്. എമർജൻസി മാനേജ്മെന്റ് നമുക്ക് പ്രോട്ടോകോൾ തന്നെ ഉണ്ട്. ബി പ്രിപ്പയർഡ് ടു ഐഡന്റിഫൈ ദ റെസ്പോൺസ് ടു മെഡിക്കൽ എമർജൻസീസ് ലൈക്ക് സഡൻ കൊളാപ്സ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഇൻ ഒ പി ഡി. ചിലപ്പോൾ നമ്മളെ പേഷ്യൻസ് അവിടെ പിന്നെ പേഷ്യന്റ് വെയിറ്റിംഗിൽ തന്നെ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, കൊളാപ്സ് ആവാൻ. സാധാരണ ഹോസ്പിറ്റലിലൊക്കെ സംഭവിക്കാറുള്ളതാണ്. വെയിറ്റ് ചെയ്യുന്നു, ചിലപ്പോ ആ ഒരു സമയത്ത് വെയിറ്റിംഗിലൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്ന് ഈ നല്ല ധാരണ വേണം. ഒന്ന്, ഫസ്റ്റ് എയ്ഡ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവണം. BLS അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് ഓർ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എല്ലാ നഴ്സുമാർക്കും എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും നമ്മൾ BLS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. BLS ഒരു വേറൊരു ക്ലാസ് തന്നെയാണ്. പിന്നീട് ഞാൻ BLSന്റെ ലിങ്ക് കൂടി ഇതിലിടാം. ഈവൻ എല്ലാവർക്കും നമ്മൾ BLS ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാ മാസവും അതിങ്ങനെ എന്താ പറയാ ട്രയൽ നോക്കിക്കൊണ്ടേ ഇരിക്കുക. ഇൻ കേസ് നമ്മളെ മനസ്സിൽ എല്ലായ്പ്പോഴും നമുക്ക് ഈ സംഗതികൾ നമ്മളെ കയ്യിൽ വേണം. ദെൻ ഇമ്മീഡിയറ്റ്ലി കാൾ ഫോർ എമർജൻസി അസിസ്റ്റൻസ് ആൻഡ് ഇൻഫോം ഫിസിഷ്യൻ ആൻഡ് എമർജൻസി മെഡിക്കൽ ടീം. സാധാരണ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് കോഡ് ബ്ലൂ അല്ലെങ്കിൽ ഇത്തരം കോഡുകൾ വിളിക്കാൻ ചെയ്യാം. അപ്പൊ കോഡ് ബ്ലൂ ടീം അവിടെ അറേഞ്ച് ആവും. അതിൽ ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് ഉണ്ടാവും, ഫിസിഷ്യൻ ഉണ്ടാവും, പിന്നെ നഴ്സിംഗ് സ്റ്റാഫ്സ് ഉണ്ടാവും, ബാക്കി എല്ലാ ആളുകളും ഉണ്ടാവും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവും. അപ്പൊ അത്രയും ആളുകൾ നമ്മൾ അവിടെ അറേഞ്ച് ആകുകയും അവിടുന്ന് തന്നെ നമ്മളെ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അത് പ്രൊസീഡ് ചെയ്യുകയും ചെയ്യും.
എമർജൻസി റെസ്പോൺസിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് എവിടുന്നൊക്കെ എമർജൻസി സംഭവിക്കാം. ചിലപ്പോൾ പുറത്തുനിന്ന് സംഭവിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറക്റ്റ് കാഷ്വാലിറ്റിയിലേക്ക് വരാം, അല്ലെങ്കിൽ ഒ പിയിൽ വെയിറ്റിംഗ് ഏരിയയിൽ നിന്ന് സഡൻ കൊളാപ്സ് ആവാം, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാം. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും BLS ട്രെയിനിങ് ലഭിച്ചവരാണ്. BLS ആണ് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഉപയോഗിക്കേണ്ടത്. ഇമ്മീഡിയറ്റ്ലി എമർജൻസി അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് പോയിന്റിൽ പറയുക. അവരെന്ത് ചെയ്യും, അവര് കോഡ് ബ്ലൂ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ മെസ്സേജ് കൊടുക്കുകയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടാവുകയും ചെയ്യും. എമർജൻസി ട്രോളി ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് എല്ലായ്പ്പോഴും നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് എമർജൻസി ട്രോളി റെഡിയാണെന്ന് ഉറപ്പുവരുത്തണം. റെഗുലർലി ചെക്ക് മെയിൻറ്റെയിൻ ദ എമർജൻസി ട്രോളീസ്. അത് ഒരു അത്യാവശ്യം വരുമ്പോൾ ചില സമയത്ത് ട്രോളി എടുക്കുമ്പോൾ അത് വർക്ക് ചെയ്യൂല, അതിന്റെ ടയർ തിരിയില്ല, അല്ലെങ്കിൽ അതിൽ ഓക്സിജൻ ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. സോ നമ്മൾ എല്ലാ ദിവസവും വരുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ആ കാര്യങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. റെഗുലർലി ചെക്ക് ആൻഡ് മെയിൻറ്റെയിൻ എമർജൻസി ട്രോളീസ്, എൻഷുർ ദാറ്റ് all necessary drugs, equipments and supplies, oxygen cylinders, defibrillators are available in and function. Defibrillators പിന്നെ അതേപോലെ തന്നെ ഓക്സിജൻ ഇതെല്ലാം അവൈലബിൾ ആണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇൻവെന്ററി ആൻഡ് സപ്ലൈ മാനേജ്മെന്റ്, ഡെയിലി ഇൻവെന്ററി ചെക്ക്, മോണിറ്റർ ആൻഡ് റീസ്റ്റോക്ക് നഴ്സിംഗ് സപ്ലൈസ് ലൈക്ക് ഗ്ലൗ, സിറിഞ്ച്, ഡ്രസ്സിംഗ് സംഗതികൾ, ഇതെല്ലാം നമുക്ക് അവിടെ ഒരു മിനിമം സ്റ്റോക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ട് എല്ലാ ദിവസവും മോർണിംഗിൽ സംഗതിയിൽ നോക്കുക. ഷിഫ്റ്റ് മാറുന്ന സമയത്ത് ഈ സ്റ്റോക്ക് എല്ലാം അവൈലബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റോക്ക് ബുക്ക് അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. ട്രാക്ക് യൂസേജ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് എൻഷുർ ദ പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് യൂസ് ബേസ്ഡ് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ. അതായത് ചില മെഡിസിനുകൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ പ്രകാരം എന്തൊക്കെയാണോ നിങ്ങളുടെ ഇപ്പോ ഒരു എമർജൻസി മെഡിസിൻസ് എന്തായാലും കാഷ്വാലിറ്റി ഏരിയയിൽ ഉണ്ടാവും, എന്തൊക്കെയാണോ അവിടെ കീപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ അനുസരിച്ച് കീപ്പ് ചെയ്യേണ്ട എല്ലാ സംഗതികളും കൃത്യം ഈ OP ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റി ഏരിയയിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. എക്യുപ്മെന്റ് മെയിൻ്റെനൻസ്, റെഗുലർലി ചെക്ക് ദ ഫംഗ്ഷൻ ഓഫ് ദ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ലൈക്ക് BP, തെർമോമീറ്റർ. ഇതുപോലെ വളരെ എന്താ പറയാ, എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്ത്, അല്ലാതെ പേഷ്യൻസ് വരുമ്പോൾ അത് ചെക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള മോഡ് മാറ്റി എല്ലായ്പ്പോഴും മുൻകൂട്ടി ചെക്ക് ചെയ്ത് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. എല്ലാ ദിവസവും റെഗുലർ ചെക്കപ്പും റെഗുലർ ക്ലീനിങ് ആൻഡ് മെയിൻ്റെനൻസും ഇതിന് ആവശ്യമാണ്. എൻഷുർ റെഗുലർ ക്ലീനിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദി മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആസ് പെർ ദി ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ്. ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ് പ്രകാരം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കണം. ആൻഡ് വർക്കിംഗ് പ്രോപ്പർലി എന്ന് ഉറപ്പുവരുത്തുകയും വേണം എല്ലാ ദിവസവും. വേസ്റ്റ് മാനേജ്മെന്റ്, പ്രോപ്പർ വേസ്റ്റ് സാഗ്രിഗേഷൻ. ഫോളോ ദ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ ഫോർ ദ സാഗ്രിഗേഷൻ ബയോമെഡിക്കൽ വേസ്റ്റ് ഇൻ ടു ദ കളർ കോഡ് ബിൻസ്. ഷാർപ്പ്, പിന്നെ അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ സൂചി, ഇൻഫെക്ഷൻ വേസ്റ്റ്, ഇൻഫെക്ഷനുള്ള വേസ്റ്റ്, ജനറൽ വേസ്റ്റ്. എൻഷുർ ദ സേഫ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് അക്കോർഡിംഗ് ടു റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ്, കണ്ടാമിനേഷൻ ആൻഡ് ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ആൻഡ് ഇൻഫെക്ഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രൂപം തന്നെയാണ് ഇതിൽ പറയുന്നത്. നോക്കൂ, ഇതിൽ ഇമാജിന്റെ 4 ടൈപ്പ് ഓഫ് പിന്നെ സാഗ്രിഗേഷൻ ആണ് ഇത് ഈ ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് യെല്ലോ, ഒന്ന് റെഡ്, പിന്നെ വൈറ്റ്, ബ്ലൂ. ഇതിൽ യെല്ലോയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബോഡി പാർട്സ്, പ്ലാസൻഡ, അങ്ങനെയുള്ള സംഗതികൾ, കോട്ടൺ വേസ്റ്റ്, ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, ബ്ലീഡിങ്സ്, ബ്ലഡ് ഫ്ലൂയിഡ്സ്, ബോഡി ഫ്ലൂയിഡ്സ്, ഫേസ് മാസ്ക്, ക്യാപ്പ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഇതിൽ ഇടേണ്ടത്. 2 റെഡിലാണെങ്കിൽ സിറിഞ്ച് വിത്തൗട്ട് നീഡിൽസ് ഒക്കെ ചെയ്യേണ്ടത് ഒരു ട്രാൻസ്പെറന്റ് ബക്കറ്റ് പോലുള്ള പ്ലാസ്റ്റിക് ഇതിലാണ്. പിന്നെ IV സെറ്റ്, കത്തീറ്റേഴ്സ്, ഗ്ലൗസ്, യൂറിൻ ബാഗ്സ്, ഡയാലിസിസ് കിറ്റ്സ്, ഇതൊക്കെ റെഡ് ഇതിലാണ് ഇടേണ്ടത്. പിന്നെ നീഡിൽസ്, സിറിഞ്ച് വിത്ത് ഫിക്സ്ഡ് നീഡിൽസ്, ബ്ലേഡ്, പിന്നെ സ്കാബ്സ്, ഇതൊക്കെ സ്കാൽപ്പൊക്കെ ഇടേണ്ടത് ഈ ബക്കറ്റ് പോലെയുള്ള ട്രാൻസ്പെറന്റ് ബക്കറ്റിലാണ്. ബ്ലൂ കളറിൽ ബ്രോക്കൺ ഗ്ലാസ്, ആംപ്യൂൾസ്, ലാബ് സ്ലൈഡ്സ്, മെറ്റൽ, അതായത് നെയിൽസ് പോലുള്ള സംഗതികളൊക്കെ ബ്ലൂല്. ഇതിന് കൃത്യമായുള്ള ചാർട്ടുകൾ എല്ലാ
ഡിപ്പാർട്ട്മെന്റിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് കൃത്യമായിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. ദെൻ പേഷ്യന്റ് ഫീഡ്ബാക്ക് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഒരു പേഷ്യന്റ് വന്നു, അവരെ OP-യിലെ കാണിച്ചു, ഡോക്ടർ കൂടെ കയറി, ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അതെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നെക്സ്റ്റ് അടുത്ത ഏരിയയിലേക്ക് അവരെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതിൽ ചിലപ്പോൾ ഓരോരുത്തരായിരിക്കും ചെയ്യുക. ഇപ്പോൾ OP-യിൽ ഒരാളായിരിക്കും ഉണ്ടാവുക. OP-യിൽ നിന്നും അയാൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് വിടുക. ദെൻ അവര് കാഷ്വാലിറ്റിയിലാണെങ്കിൽ കാഷ്വാലിറ്റിയിൽ കംപ്ലീറ്റ് പ്രോസസ്സും ഒരാളാണ് ചെയ്യുക. അപ്പൊ അവര് എല്ലാവരും മനസ്സിലുണ്ടാവണം, ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കും. കാരണം എന്താ, നമ്മൾ ഇത്രയും വർക്ക് ചെയ്തു, നമുക്ക് എക്സാം നമ്മളിപ്പോ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഠനം കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടാവും അല്ലെ? എന്തിനാണ് ടെസ്റ്റ്? നമുക്കറിയാലോ നമ്മൾ പഠിച്ചത്, പിന്നെ ഇതിന്റെ ടെസ്റ്റ് അത് നമ്മളെ തന്നെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അതിലെന്തെങ്കിലും പിന്നെ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പേഷ്യൻസിനോട് നമ്മളുടെ ഫീഡ്ബാക്ക് ഫോം കൊടുക്കും. ഫീഡ്ബാക്ക് ഫോമില് നമ്മൾ എന്ത് ചെയ്യും, ഈ പിന്നെ കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്ത് അവര് എത്രത്തോളം നമ്മളുമായി ഇന്ററാക്ട് ചെയ്തു, അത് അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സോ വി വിൽ കീപ്, അതിൽ നമ്മുടെ സർവീസ് മെച്ചപ്പെടുത്താൻ വേണ്ടി നോക്കും. ദെൻ അതിൽ നെക്സ്റ്റ് ഇംപ്രൂവ്മെന്റ്, ഇപ്പൊ എന്തെങ്കിലും ഏരിയയിൽ കുറച്ച് ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി നെക്സ്റ്റ് ടൈം വരുന്ന പേഷ്യൻസിന് പ്രയാസമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരിൽ നിന്നും ഫീഡ്ബാക്കിൽ വാങ്ങിക്കുന്നത്. യൂസ് ദ ഫീഡ്ബാക്ക് ടു ഐഡന്റിഫൈ ഏരിയാസ് ടു ഇംപ്രൂവ്മെന്റ് ഇൻ പേഷ്യന്റ് കെയർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസ് ഡെലിവറി. ഇതിലൊക്കെ എന്തെങ്കിലും ഏരിയസിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അത് ഒന്നുകൂടി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇംപ്രൂവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് പേഷ്യൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. ദെൻ കണ്ടിന്യൂസ് ലേണിംഗ് തന്നെയാണ് ഓരോ പ്രൊസീജിയറിനെ കുറിച്ചും. ഇപ്പൊ ഇത് ഒറ്റ സ്ട്രെസ്സിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇതൊക്കെ സെഗ്മെന്റ് ചെയ്തിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. എന്നാലാണ് ഇതിലൊക്കെ നമുക്ക് കുറേ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ലേണിംഗ് നടത്തിക്കൊണ്ടിരിക്കണം. സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ ന്യൂ പ്രൊസീജിയേഴ്സ്, ന്യൂ ടെക്നോളജീസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ നഴ്സിംഗ് കെയർ ത്രൂ ഓൺഗോയിങ് എഡ്യൂക്കേഷണൽ ആൻഡ് ട്രെയിനിങ് സെക്ഷൻ. നമ്മളുടെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന കുറെ സെക്ഷൻസ് ഉണ്ടാവും. അത് കൂടാതെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത്, ഇപ്പൊ നമുക്ക് ടെക്നോളജി ഒക്കെ വളരെ ഉഷാറായിട്ടാണ് പോകുന്നത്. സോ അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിലും ബാക്കിയും കൂടി ഓരോരുത്തരും പേഴ്സണലി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. പാർട്ടിസിപ്പേറ്റ് ഇൻ റെഗുലർ നഴ്സിംഗ് ഓഡിറ്റുകൾ ഉണ്ടാവും, മീറ്റിംഗ്സ് ഉണ്ടാവും, പേഷ്യന്റ് കെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന മീറ്റിങ്ങുകൾ ഉണ്ടാവും, പൊട്ടൻഷ്യൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഏരിയകൾ ഉണ്ടാവും. അതിലൊക്കെ റെഗുലർലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ കണ്ടക്ട്. ഒന്ന് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. മെയിൻറ്റെയിൻ സ്ട്രിക്ട് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി at all times. Ensure the patient information only shared with authorized personnel. പേഷ്യൻസിന്റെ, കാരണം ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ തിങ്സ് ആണല്ലോ. അപ്പൊ അത് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഒരാളെയും കോൺഫിഡൻഷ്യൽ സംഗതികൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. അത് എവിടെയാണോ ഓതറൈസ്ഡ് പേഴ്സൺസിന്റെ മുമ്പിൽ മാത്രമേ, അല്ലെങ്കിൽ അവരോട് പേഷ്യൻസിനോട്, അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മുമ്പിൽ അവർ മാത്രമേ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതാണ് അവരുടെ ഓരോരുത്തരും സ്വകാര്യത എന്നൊക്കെ പറയില്ലേ, അത് സ്വകാര്യത മാത്രമല്ല അവരുടെ ഒരു സൂക്ഷിക്കേണ്ട സംഗതി, നമ്മള് 1-2 പേരിൽ സൂക്ഷിക്കേണ്ട സംഗതികൾ അങ്ങനെ കൃത്യമായിട്ട് സൂക്ഷിക്കുക തന്നെ വേണം. പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുക. അപ്പോൾ ദ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ, എൻഷുറിംഗ് കമ്പാഷനേറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ആൻഡ് നോൺ ഡിസ്ക്രിമിനേറ്ററി ട്രീറ്റ്മെന്റ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾക്കും എന്താ പറയാ, എല്ലാ പേഷ്യൻസും ഒരേപോലെ ആയിരിക്കും.
ഒരാൾക്ക് പ്രത്യേക പരിഗണന, ഇയാൾക്ക് കുറച്ച് കുറഞ്ഞ പരിഗണന, അങ്ങനെ ഒരു സംഗതി നമ്മുടെ പ്രൊഫഷണലിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. എല്ലാവർക്കും ഒരേ കെയറും ഒരേ ട്രീറ്റ്മെന്റുമാണ് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. സോ ഈ 11 കാര്യങ്ങളും കൂടി കണക്ട് ചെയ്താലാണ് നമ്മളുടെ ഒരു OPD കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. സോ ആ കാര്യങ്ങൾ നോക്കി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.